ഡോക്ടർ ബി ജയരാജ് SFIയുടെ അന്വേഷണം അത് സീരിയസ് ആയ ഒരു അന്വേഷണമാണെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അതുപോലെ തന്നെ രാഷ്ട്രീയമായി നേരിടും എന്ന് CPM എന്തിനാണ് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നത്? ഇതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത്? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായുള്ള അന്വേഷണമല്ലേ SFIO നടത്തുന്നത്? ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ആദ്യമേ അന്വേഷിക്കേണ്ടി വരും. ഒന്ന്, നമ്മളിപ്പം ഉദാഹരണത്തിന് ഒരു വേൾഡ് സിനേറിയോ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇറാഖിൻ്റെ അറ്റാക്ക് നടന്ന സമയത്ത് അവർ പറഞ്ഞത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ അന്വേഷിച്ചു കെമിക്കൽ ബയോളജിക്കൽ വാർഫെയർ എന്തെല്ലാമാണ് പറഞ്ഞത്. അവസാനം ആ രാജ്യത്തിനെ ശിഥിലമാക്കി ഭിന്നമാക്കി കളഞ്ഞതിന് ശേഷം അവിടെ അത്തരം ഒരു ആയുധവും ഇല്ല, പിന്നെ ആട് കിടന്നെടുത്ത് രോമം പോലും ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതുപോലെയാണ് നിരന്തരമായി വരുന്ന ഇത്തരം ആരോപണങ്ങൾ. മുഖ്യമന്ത്രിയെ കോർണർ ചെയ്തുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രിയുടെ മക്കളുടെ പേരിലാണ് ആരോപണം ഇല്ലാതെ കടന്നുപോയിട്ടുള്ളത്? വളരെ അപൂർവമായിട്ടുള്ള ഒന്നോ രണ്ടോ ഒരാളെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെയും മക്കളുടെ പേരിൽ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അത് ഈ മുഖ്യമന്ത്രിയുടെ മക്കളെ അതായത് നമ്മൾ മഹാഭാരത കഥ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മഹാഭാരതത്തിൻ്റെ കഥ തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്ന കാര്യമാണ്. അതായത് ഈ ദ്രോണാചാര്യരെ കൊല്ലുന്നത് അശ്വത്ഥാമ ഹത എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മക്കളെ കോർണർ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വളരെ കൃത്യമാണ്. എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 3 ROCമാരുടെ അന്വേഷണം നടക്കുന്നുണ്ട്. SFIO അന്വേഷണം വേണമെന്നുള്ള ആവശ്യം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ CMRL രേഖാമൂലം നിഷേധിച്ച SFIയുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഷോൺ ജോർജ് നൽകിയ ഹർജി ഉണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ SFIയുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ SFIയുടെ അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നത്? എന്തിനാണ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഇത്രമാത്രം ഇടപെടൽ നടത്തണമെന്ന് തോന്നുന്നത്? ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിലെ ക്രമക്കേടാണ് അന്വേഷിക്കുന്നത്. അതാണല്ലോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കർത്തവ്യം, അവരുടെ അന്വേഷണ പരിധിയിൽ വരുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് പാർട്ടി ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നത്? രാഷ്ട്രീയമായി നേരിടുമെന്ന് ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ വളരെ ബാലിഷ്യമാണ്. ആദ്യമേ മാസപ്പടി എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. ഇപ്പം മാസപ്പടി എന്നുള്ള വാക്ക് ആരും യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, സീരിയസ് ഫ്രോഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 1.7 കോടി രൂപയൊക്കെ സീരിയസ് ഫ്രോഡ് ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട് എത്രയോ കേസുകൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നു. കുഴൽനാടൻ്റെ 50 ഏക്കർ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് കിടക്കുന്നു. പിന്നെ കെ ബാബുവിൻ്റെ സ്വത്ത് ED കണ്ടുകിട്ടിയത് കിടക്കുന്നു. അതൊന്നും നമുക്ക് ചർച്ചയല്ല. അതിനോടൊപ്പം തന്നെ മറ്റ് പല കേസുകൾ, VD സതീശന് കിട്ടിയ 150 കോടിയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. എല്ലാവർക്കും ഒരാൾ മാത്രമേ ഉള്ളൂ, ഭരിക്കുന്ന കക്ഷി അല്ലെങ്കിൽ അതിൻ്റെ CM, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഈ അന്വേഷണത്തിൻ്റെ ആംഗിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോടതി നോട്ടീസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയതാണ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്ന ഒരു കേസാണ്. അപ്പോഴാണ് ഇതൊന്നും പോരാഞ്ഞിട്ടൊരു പുതിയ കേന്ദ്ര സംഘത്തെ നിയോഗിച്ചത് 8 മാസം കാലാവധിയായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലതരം ഏജൻസീസ് വേട്ടയാടുന്നതിന് മുൻപുള്ള ഇതിൻ്റെ പ്രൊസീഡിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് പറ്റും. ഒരുപാട് കേസുകൾ ഇതുമാതിരി ആരോപണങ്ങളായിട്ട് വന്നു, പുകമറയായിട്ട് നിറഞ്ഞു നിന്നു. ഒരു ഇലക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ധാരാളം വരാറുണ്ട്. ആ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിനെക്കുറിച്ച് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പെട്ടെന്ന് നമുക്ക് അതിനകത്ത് മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം പ്രതികളെ കണ്ടുപിടിക്കും. അങ്ങനെ പെട്ടെന്ന് എടുത്തു പിടിച്ച് ഇന്ന് നാളെ ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ല, ഒരാളെ കോടതി കയറ്റാൻ പറ്റില്ല. കേരള രാഷ്ട്രീയത്തിൽ ആകെപ്പാടെ ഒരു രാഷ്ട്രീയ നേതാവിനെ പിടിച്ചിട്ടുള്ളൂ, അത് R ബാലകൃഷ്ണപിള്ളയാണ്. അല്ലാതെ ആരും ശിക്ഷ അനുഭവിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ഇല്ലാതാക്കും. തൊട്ട് മുമ്പിൽ വന്ന ഏറ്റവും ഒടുവിൽ വന്ന വിവാദം അതൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. കൈതോലപ്പായ വിവാദം, പിന്നീട് അതിനു മുമ്പുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം, അറ്റാഷ എവിടെ പോയെന്നുള്ള കാര്യം ആരും അന്വേഷിക്കുന്നില്ല. പിന്നെ ആ സ്ത്രീ പറഞ്ഞ് അത് വളരെ വലിയ കാര്യമായി മാധ്യമങ്ങളെല്ലാം കുറേ നാൾ കൊണ്ടാടാൻ തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ അതിനെക്കുറിച്ചും പറയുന്നില്ല. പലതരത്തിലുള്ള ഏജൻസികൾ വന്നു. അന്വേഷണ ഏജൻസികളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് CM തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ യാതൊരു ഭയപ്പാടും ഇല്ലാതെ ഈ അന്വേഷണങ്ങളെല്ലാം അങ്ങനെയാണെങ്കിൽ ഇന്നലെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് രൂപേണ ഇക്കാര്യം വന്നപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ പോലും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അങ്ങനെ ഒരു നോട്ടീസ് അവതരിപ്പിക്കുന്നതിന് പോലും അവിടെ അനുവദിച്ചില്ല, നിയമസഭയിൽ അനുവദിച്ചില്ല. നിയമസഭയിൽ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജിൻഡോ ജോൺ, ഇത് വലിയ സീരിയസ് അല്ല എന്നൊരു നിലപാടാണ് ഡോക്ടർ ബി ജയരാജ് കണ്ടെത്തുന്ന വാദം.